എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് പാടി തന്നേനെ. ഹസ്ബൻഡ് നല്ല പാട്ടൊക്കെ അറിയാം. അവർക്ക് തീരെ ടൈമില്ല. അവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നോക്കിയിട്ടാണ്, അവർക്ക് നോക്കിയിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും എല്ലാ ലിറിക്സ് ഒക്കെ അറിയണ്ടേ. പക്ഷെ അവരൊക്കെ ഈ പാട്ടൊക്കെ കുറെ പ്രാക്ടീസ് ചെയ്താണേ അവർ പാടും. ഒരു ദിവസം ഞാൻ പറയണ്ട, അവരും കൂടെ നമുക്ക് ഇരിക്കാം ഒന്നിച്ച് ഇതിലെല്ലാവർക്കും പാടിക്കൊടുക്കാൻ സംസാരിക്കാന്നൊക്കെ ഞാൻ പറയേ. പക്ഷെ അവർക്ക് ടൈം കിട്ടുന്നില്ല. അവർക്കൊരു ഇരിക്കാനുള്ള ഒരു ഇതാണല്ലോ, അതില്ല. അതാ. ഓ, നിങ്ങൾക്ക് 3-4 മണിക്ക് താ സാപ്പാടുന്ന. ഓക്കെ ഓക്കെ ഓക്കെ. വൈകിട്ട് രണ്ടുപേരും കൂടെ ഇരിക്കും. അന്നോ അതാ പറയുന്നതേ പ്രവീൺ. എനിക്ക് അങ്ങനെ ഇരിക്കാന്നൊക്കെ അറിയില്ല. പക്ഷെ അവർക്ക് പറ്റില്ല പ്രവീൺ. അവര് ഇതാണ്, ജോലിയാണ്. അവര് ഈ റെസ്റ്റോറൻറ്റിലാണ് ജോലി, ഫുൾ ടൈം വർക്കാണ്. രാത്രിയൊക്കെ വൈകിട്ടാണ് അവരെത്തുക. അതുകൊണ്ട് പിന്നെ എങ്ങനെ ഇരിക്കാൻ പറ്റും? പറ്റില്ല. അതാ. വിലാസിനി, ഹായ് വിലാസിനി ചേച്ചി. ഹായ് ഹായ്. ബിന്ദു സിസ് പറഞ്ഞിട്ട് വരുന്നത്. ഹായ് വിലാസിനി. ഹായ് ആൾ പറഞ്ഞിട്ട് വരുന്നത്. പിന്നെ ഹായ് ആൾ പറഞ്ഞിട്ട് വരുന്നുണ്ട്. പ്രവീൺ ഒന്ന് ഓക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെ അതെ. അവരെപ്പോഴും എന്തെങ്കിലും ഒരു ഓഫർ റെസ്റ്റ് കിട്ടുമ്പോൾ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവർക്ക് വേറെ വല്ല പണിയുണ്ടാവും. അപ്പൊ എന്താവും, അവരിയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. അതങ്ങനെയാണ്. ഞാൻ എപ്പോഴും ചിലപ്പോൾ അവർ റെസ്റ്റ് എടുക്കുന്ന ടൈം ആയിരിക്കും. റെസ്റ്റ് എടുക്കുന്ന ആളെ പിടിച്ച് ഞാൻ ഇരുത്താൻ പറ്റില്ലല്ലോ. മോർണിംഗ് ലൈവിൽ നേരം കിട്ടുമ്പോൾ നോക്കട്ടെ. മോർണിംഗ് ലൈവിലും അവർ നേരത്തെ പോകും. 11 മണിയാകുമ്പോഴേക്ക് ഇറങ്ങും. അപ്പോൾ അവർക്ക് ഇത്രയും റെസ്റ്റ് വേണ്ട. എൻ്റെ കയ്യിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കൂല. നോക്കട്ടെ. ഒരു ദിവസം എന്തായാലും ഞാനും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് നിങ്ങൾക്ക് നല്ല നല്ല പാട്ടൊക്കെ ഞങ്ങൾ പാടിത്തരുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ ഫോണും ഉണ്ടാവും കയ്യിൽ, അവരുടെ ഫോണുണ്ടല്ലോ. അപ്പോൾ അടിപൊളിയായിട്ട് ഞങ്ങൾ പാടിത്തരും. ഓക്കെ. അപ്പോൾ വിലാസിന് ലൈക്ക് കിട്ടും. താങ്ക്സ് വിലാസിന് ചേച്ചി. താങ്ക്സ് എവരുന്ന്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പാട്ടൊക്കെ പാടുന്ന ആളാണ്. അതുപോലെ മോനും പാടും. എല്ലാവരും പാട്ട് പാടുന്ന ആൾക്കാരാണ് കേട്ടോ. മോനൊക്കെ പാട്ട് പഠിച്ച ആളാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ചെറിയ കുട്ടിയിൽ ചെറുപ്പത്തിലാണ് കേട്ടോ അവർ സംഗീതം പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് 2 വർഷങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ട് അവർക്ക്. ഞാൻ പിന്നെ മ്യൂസിക് ക്ലാസ്സിനെ പോയിട്ടില്ല. തീരെ മ്യൂസിക് യാതൊരു ക്ലാസ്സിനും ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ആളാണ്. പക്ഷെ ഞാൻ എന്തെന്ന് വെച്ചാൽ പ്രാക്ടീസിലൂടെ മാത്രമാണ് ഞാൻ ഇപ്പോൾ പാടുന്നത് കേട്ടോ. വോയിസ് ഒക്കെ ക്ലീൻ ആവാൻ അതൊക്കെ ഞാൻ സത്യമായിട്ടും ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേയൊക്കെ. ഇതിൽ ചാനലിൽ നമ്മൾ സോങ്സ് ഒക്കെ ഇടണമല്ലോ, അതുകൊണ്ട് ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എനിക്ക് ഇതുവരെ എത്തിയത്. പിന്നെ എൻ്റെ നിങ്ങളൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടുവന്ന് മാത്രമേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ പോയാലോ? ഓക്കെ പോയി ബൈ. കുറേ നേരമായി നിങ്ങളെല്ലാവരും എൻ്റെ ഈ ലൈവിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനും ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രവീൺ അപ്പോൾ വന്നതിന് താങ്ക്സ്. വിലാസിനി ഹായ് ഹായ്. വന്നതിന് ലൈക്ക് ഇട്ടതൊക്കെ താങ്ക്സ്. ഓക്കെ വെയിറ്റിംഗ് പറയുന്നുണ്ട്. അതെ അതെ, നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. പതുക്കെ വരും. എൻ്റെ ഹസ്ബൻഡും കൂടി ചേർന്ന് ഇരുന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാടാം. ഓക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നതിന് താങ്ക്സ്. പിന്നെ വൈകിട്ട് എപ്പോഴാണ് ചോദിക്കുന്നുണ്ട്. ഇല്ല, എൻ്റെ വൈകിട്ട് ലൈവോ? എൻ്റെ ലൈവ് വൈകിട്ട് വന്നിട്ട് 6:30 ഞാനൊരു ടൈം ഇട്ടിരിക്കുന്നത്. 6:30 നിങ്ങൾ വന്നു പോകും കേട്ടോ. അത് പക്ഷേ ഇതായിരിക്കും, ടുഗദർ ലൈവ് ആയിരിക്കുക. ടുഗദർ ലൈവാണ് ഇപ്പോഴും ഞാൻ ഇടുന്നത് വൈകുന്നേരം. പ്രവീൺ വന്നിട്ടുണ്ടോ ടുഗദർ ലൈവിൽ? എൻ്റെ അപ്പോൾ ടുഗദർ ലൈവാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ വരണം. ഓക്കെ, നിങ്ങളെല്ലാവരും വരണം, മറക്കരുതേ. വൈകുന്നേരം 6:30 ടുഗദർ ലൈവ് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും വരണം. അപ്പം ഞാൻ ചിലപ്പോൾ ടുഗദർ ലൈവിൽ ആരെങ്കിലുമൊക്കെ കയറ്റും. നിങ്ങൾ ആരെങ്കിലും കയറണം. ഓക്കെ ഓക്കെ, അങ്ങനെ കയറണമെന്നാണ്. ചോദ്യം ഇട്ടിട്ട് കയറാതിരിക്കരുത് ആരും. അതാ. അപ്പോൾ ബൈ ടി സി പറയുന്നുണ്ട്. ഓ ടുഗദർ എന്ന് പറയും. എന്താ ടി സി ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ ബൈ ബൈ. അപ്പോൾ വിമൻസ് ഡേ, ഹാപ്പി വിമൻസ് ഡേ പറഞ്ഞില്ലല്ലോ വിലാസിനി. ടേക്ക് കെയർ. ഓ ടേക്ക് കെയർ എന്നോ? ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. ഓക്കെ ഓക്കെ ടേക്ക് കെയർ. പിന്നെ എന്താണ്, എല്ലാവരോടും ഹാപ്പി വിമൻസ് ഡേ പറയുന്നു. പിന്നെ ഞാൻ വിമൻസ് ഡേ സ്പെഷ്യലായിട്ട് ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് വിലാസിനി. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും എൻ്റെ ഷോർട്സ് വീഡിയോ ഒന്ന് പോയി നോക്കണേ. ഞാൻ അടിപൊളിയായിട്ട് ഒന്ന് ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി. അവർ നോക്കിയിട്ട് എൻ്റെ അതിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ തരിക. ഓക്കെ പ്രവീൺ ബൈ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഓക്കെ. സൂര്യശ്രീ വരുന്നു. അപ്പോൾ സൂര്യശ്രീൻ്റെ അടുത്ത് ഞാൻ പറയുന്നു ലൈക്ക് ഇട്ടോ. ഞാനേ വൈകുന്നേരം വരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നിർത്താൻ പോകണം. 2 മണിക്കൂറായി സൂര്യ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചാ? ഞാനും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ വന്നതിന് ലൈക്ക് തന്നതിന് ഒക്കെ താങ്ക്സ് കേട്ടോ. അപ്പോൾ സൂര്യശ്രീ വൈകുന്നേരം വരണം, മറക്കരുത്. വൈകുന്നേരം ഞാൻ 6:30 ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ലൈവ്. അതുപോലെ ടുഗദർ ലൈവാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വരണം, മറക്കരുത്.